ഇങ്ങനെ ഏട്ടാ കുറച്ച് സംസാരിക്കാം എൻ്റെ വ്ളോഗിൽ. നമ്മളവിടെ പോവാട്ടാ. ഞങ്ങൾ മൈജി പോകുമ്പോൾ എന്തിനാ മൈജി പോകുന്നത്? എൻ്റെ ഡയറ്റിൻ്റെ വ്ളോഗൊന്നും ഞാൻ ഇടുന്നില്ല, കാരണം എൻ്റെ അവസ്ഥ ഇതാണിപ്പം. ഒന്നും ഏറ്റില്ല ഗൈസ്, ഇവിടെ ഇടുന്നില്ല. പിന്നെ ഡയറ്റ് എടുത്തിട്ട് ആണ് കുറേ അന്ന് ഇടാം. ഇപ്പം എവിടെ പോയി? ഇപ്പം പറയാം. പിന്നെ ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഏട്ടൻ്റെ ഇത്തിട്ട് ഷർട്ട് അടി ഇറങ്ങിപ്പോകുന്നത്. അപ്പം ഞാനും ഏട്ടനും എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് പറഞ്ഞു കളയാം. അപ്പം ഈ ദിവസം എന്ന് പറയുന്നത് ഡിസംബർ 31, അതായത് നമ്മുടെ ന്യൂ ഇയറിൻ്റെ തലേ ദിവസം. ന്യൂ ഇയറിന് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാതെ ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പോഴായിരുന്നു എനിക്കൊരു മെസ്സേജ് വന്നത്. നമ്മൾ മൈജിന്ന് ഓൾറെഡി നമ്മൾ ഫോൺ എടുത്തിട്ടില്ലായിരുന്നു, ഒരു S24 അൾട്രയും അതുപോലെ തന്നെ അനിയനൊരു ഐഫോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അത് വാങ്ങിയപ്പോൾ നമുക്ക് കുറച്ച് പോയിന്റ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഡ്യൂ ഡേറ്റ് ആണ് ഈ 31 എന്ന് പറയുന്നത്. 31 കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ സാധനം ഒന്നും വാങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ ഏട്ടനെ പറക്കി കെട്ടി ഇപ്പം നമ്മൾ നേരെ കൊട്ടാരക്കര മൈജി ഫ്യൂച്ചറിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ഫോൺ എടുത്തത് കൊല്ലത്ത് മൈജിന്നായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് ഇപ്പം ഏട്ടൻ പറഞ്ഞ ആദ്യം നമുക്ക് ഹെഡ്സെറ്റ് വാങ്ങാം, അത് വാങ്ങാം, ഇത് വാങ്ങാമെന്നൊക്കെ പറഞ്ഞു. പക്ഷേ എനിക്ക് അതിനൊന്നും താല്പര്യമില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ ഞാൻ കുറച്ച് ഐറ്റംസ് സ്വരുക്കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്കതൊക്കെ വാങ്ങണമെന്ന് പറഞ്ഞു. കാരണം നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. ഈ പോയിൻറ്റ്സിൽ നമുക്ക് എനിക്ക് തോന്നുന്നു 1200 600 മൊത്തം 2000-നകത്ത് പോയിന്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ 2000 രൂപയ്ക്ക് അവിടെ നിന്ന് എന്താണ് പർച്ചേസ് ചെയ്യാം. അതായിരുന്നു നമ്മളുടെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ കെട്ടിപ്പറക്കി ന്യൂ ഇയറിൻ്റെ തലേന്ന് ഞങ്ങൾ കൊട്ടാരക്കര മൈജി ഫ്യൂച്ചറിലേക്ക് പോയി. അങ്ങനെ നമ്മളിതാ അവിടെ ചെന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഇലക്ട്രോണിക്സ് കടയിൽ കയറുന്നത്. നിങ്ങൾ കരുതും ആദ്യമായിട്ടോ? അതേ ഗൈസ്, കാരണം ഞങ്ങളുടെ വീട്ടിൽ TV, ഫാനും ഈ മിക്സി സാധനം എല്ലാം മേടിക്കാൻ പോകുന്ന അച്ഛനായിരുന്നു. അച്ഛനതുകൊണ്ട് നമ്മളെ കൊണ്ടുപോകത്തില്ല. അച്ഛനത് മേടിച്ചുകൊണ്ട് വരും, നമ്മളത് വീട്ടിൽ വരുമ്പം കാണും. അല്ലാതെ എന്നെ ആരും ഇതുവരെ ഇങ്ങനൊരു കടയിൽ കൊണ്ടുപോയിട്ടില്ല ഗൈസ്, സത്യം. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്കിങ്ങനെ TV ഒക്കെ നിരത്തി വെച്ചേക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. കാരണം ഞാൻ ആദ്യമായിട്ടായിരുന്നു TV-യിലല്ല ഇതൊന്നും നേരിട്ട് കാണുന്നത്. ഞാൻ പുട്ടൂറ്റി വീട്ടിൽ എത്ര എണ്ണം ഉണ്ടെന്ന് അറിയാം. ഇത് ചിരട്ടപ്പുട്ട്. ഇത് നമ്മൾ കുക്കറിൻ്റെ മേളിൽ വെച്ച് ഇതിനകത്ത് ചിരട്ട ഒന്നുമില്ല. ഇതിനകത്ത് ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ അതേ ടേസ്റ്റ് തന്നെ, പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല. ഇതിപ്പോൾ കൺഫ്യൂഷൻ ആവോ? സത്യത്തിൽ എനിക്ക് അവിടെ ചെന്നപ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഏത് വാങ്ങണം എന്നുള്ളത്. കാരണം നമുക്ക് മസാല ദോശ തവ വേണമായിരുന്നു, പിന്നെ ഇഡ്ഡലി മേക്കർ വേണം, പിന്നെ ബിരിയാണി പോട്ട് ഒരു നോട്ടം ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും റോസ്റ്റിംഗ് പാൻ പോലെ ഒരു പാനും വാങ്ങാമെന്നായിരുന്നു. അപ്പോൾ ഇതിലേതേലും ഒരു 2 ഐറ്റം വാങ്ങണമെന്ന് തന്നെയായിരുന്നു നമ്മൾ കരുതിക്കൊണ്ട് പോയത്. നമുക്ക് എന്തോ ഒരു സാധനം കൂടെ നോക്കാനുണ്ടായിരുന്നല്ലോ. മസാല ദോശ തവയും ബിരിയാണി പോട്ടും ഇഡലിക്കുട്ടോ ഇഡലിക്കുട്ടോ. ഇതെന്താ ഇഡലിക്കുട്ടോ വാങ്ങോ? ഇത് കാസറോളാ. എടുത്താൽ ദോശ കൂടെ എളുപ്പമായിരുന്നു. പത്തിരി ദോശ ഏട്ടൻ മുമ്പേടാ, എനിക്കൊരു ഗുമ്മില്ല. ബിരിയാണി പോട്ടിൻ്റെ ഭംഗി കണ്ടിട്ട് ഞാനിങ്ങനെ അതിലുണ്ടാക്കി വെച്ചേക്കുന്നതൊക്കെ സൂപ്പറായിരിക്കും ഇങ്ങനെ ചിന്തിച്ചപ്പം അത് വാങ്ങണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ചിന്തിച്ചപ്പം ബിരിയാണി ഞാൻ വല്ലപ്പോഴും മാത്രം ഉണ്ടാക്കുന്നൊരു സംഭവമാണ്. അപ്പം അതവിടെ ഇരുന്ന് പോത്തേ ഉള്ളൂ. എന്നാൽ എന്തുകൊണ്ട് മസാല ദോശ തവ മേടിച്ചുകൂടാ? അതാവുമ്പോൾ ഞാൻ ആഴ്ച 2 വട്ടമെങ്കിലും ദോശ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ സിമ്പിളായിരിക്കും കാര്യങ്ങൾ. പിന്നെ മസാല ദോശയോ നെയ് റോസ്റ്റോ ഒക്കെ ഉണ്ടാക്കാൻ കുറച്ചുകൂടെ സിമ്പിളായിരിക്കത്തില്ലേ എന്ന് നമ്മുടെ നോർമൽ ദോശ ഉണ്ടാക്കണ്ടല്ലോ. അങ്ങനെ നമ്മൾ ബിരിയാണി പോട്ട് എന്ന സങ്കല്പം മാറ്റി വെച്ചിട്ട് നമ്മൾ മസാല ദോശ തവയിലേക്ക് ചാടി. അല്ലെങ്കിൽ നമുക്ക് 2 കൂടെ മേടിക്കാമായിരുന്നു, പക്ഷെ നമ്മൾ ആ പോയിന്റ്സിൽ മാത്രം സാധനം മേടിക്കാമെന്നൊരു ചിന്തയിൽ നമ്മൾ ആ ഒരു മസാല ദോശ തവ തന്നെ മേടിക്കാമെന്ന് ഉറപ്പിച്ചു കേട്ടോ. അല്ലാതെ വേണമെങ്കിൽ മേടിക്കാമായിരുന്നു, പക്ഷേ ഞാൻ പറഞ്ഞില്ല, നമുക്ക് ആ പോയിന്റ്സിൽ മാത്രമുള്ള സാധനങ്ങൾ വാങ്ങാൻ മാത്രമാണ് നമ്മൾ പോയത്. അല്ലെങ്കിൽ അതും ഇതും എല്ലാം പറക്കിക്കൊണ്ട് പോവും. അതുകൊണ്ട് നമ്മൾ അങ്ങനെ വാങ്ങി. മസാല ദോശ അങ്ങനെ നമ്മൾ മസാല ദോശ തവ വാങ്ങിയപ്പോൾ കുറച്ച് പോയിന്റ്സ് കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനൊരു പാൻ പോലുള്ള നമ്മുടെ റോസ്റ്റൊക്കെ ചെയ്യുന്ന പാനില്ലേ, അപ്പം ഈ ഒരു മസാല ദോശ തവയും അതുപോലെ തന്നെ ഈ ഒരു പാനുമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്.
ജ്യൂസുണ്ട്, നാരങ്ങ വേണിക്കും ഒപ്പം മുഖത്ത് പാടൊക്കെ പോയല്ലോ. എൻ്റെ മുഖത്ത് പാട ഫിൽറ്റർ ഇട്ടാൽ മതി. ഏതാ മാത്രമൊന്നും വേണ്ടല്ലോ, അടി എമർജൻസി കുട്ടൂറ്റല്ല മിസ്റ്റർ, നമുക്ക് ഇഡലി കുട്ടുമായിരുന്നു നല്ല. ഏട്ടന് വേറെ പല സാധനങ്ങളും എടുക്കണമെന്നുണ്ടായിരുന്നു, അത് ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ വീട്ടിൽ ഓൾറെഡി ആ പെഡസ്റ്റൽ ഫാനും ആ ഫാനും ഈ ഫാനും എല്ലാം ഉണ്ട്. അതുകൊണ്ട് അതൊന്നും തൊഴണ്ട, നേരെ അവിടെ നിന്ന് ഇറങ്ങിക്കോന്ന് പറഞ്ഞു. അപ്പം ഇലക്ട്രോണിക്സ് നമുക്ക് നോട്ടം ഇല്ലായിരുന്നു, എനിക്കിത് തന്നെ വാങ്ങണമെന്നായിരുന്നു. അപ്പം നമ്മുടെ സംഭവങ്ങളൊക്കെ ദാണ്ട വന്നിട്ടുണ്ട്. മസാല ദോശ തവയും അതുപോലെ തന്നെ ആ ഒരു നോൺ സ്റ്റിക്ക് പാനുമാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. നല്ലതാണ് കേട്ടോ, ഞാനിപ്പോൾ അത് യൂസ് ചെയ്യുന്നതനുസരിച്ച്. നിങ്ങൾക്കറിയാമല്ലോ എന്തോ നോൺ സ്റ്റിക്കിനെ കുറിച്ചൊക്കെ പറയാനുണ്ട്. നല്ലപോലെ നമുക്ക് മസാല ദോശയൊക്കെ ചുടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ നോൾട്ടയുടെ എന്താണ് ആ ഒരു പാൻ നല്ലതാണ്. നല്ല വലിയ ദോശയും കിട്ടും, നല്ലതാണ്. അത്ര ഉള്ളു, ചുട്ടോ സൂപ്പറാണ്. അങ്ങനെ നമ്മൾ എന്താണ് സാധനമൊക്കെ മേടിച്ച് താഴോട്ട് ബില്ല് ചെയ്യാനൊക്കെ പോവുകയാണ്. പക്ഷേ നല്ലൊരു സംഭവമല്ലേ എന്ന് വെച്ചാൽ നമുക്ക് ഫോൺ വാങ്ങിയപ്പോൾ അത്യാവശ്യം ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് 2000 അടുപ്പിച്ച് നമുക്ക് പോയിൻറ്റ്സ് കിട്ടി. അതിന് നമുക്ക് ഫ്രീ ആയിട്ട് ഈ സാധനം വാങ്ങാൻ പറ്റി. അത് നല്ല കാര്യമല്ലേ. പിന്നെ നമ്മൾ ചുമ്മാ ഫോണിൻ്റെ സെഷനിൽ പോയി ഇതേ കണക്കെ നമ്മൾ പണ്ടൊരു ദിവസം ഫോണൊക്കെ നോക്കിയതല്ലേ ഗൈസ്. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, അത് കാണാത്തിൽ കാണണേ. അല്ലെങ്കിൽ എങ്കയോ പാത്രക്കേടാ, എങ്കയോ പാത്രക്കേടാ. അങ്ങനെ നമ്മുടെ ആ ഒരു ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് കുറച്ച് പോയിന്റ്സ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. കുറച്ച് പോയിന്റ്സ്, വളരെ കുറച്ച്, 10-200 പോയിന്റ്സ് കൂടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അതിനെന്തേലും വാങ്ങാം, ചുമ്മാ ഇട്ടാലും ഇന്ന് ഡേറ്റ് തീരുക. ഇന്ന് മീൻസ് December 31 അതിൻ്റെ ആ ഒരു വാലിഡിറ്റി തീരുക. അങ്ങനെ നമ്മൾ ചെന്നിട്ട് എന്താണ് ഈ ഒരു ഇതല്ല വാങ്ങിയത് കേട്ടോ, ഇതൊരു ജ്യൂസിൻ്റെ ഗ്ലാസ് മോഡൽ സംഭവമായിരുന്നു. നമ്മളിതാ ഈ ഒരു കപ്പ് എടുത്തു. കോഫി മഗ് ോ വെയിറ്റ് ഇല്ലല്ലോ. ഇതിന് വെയിറ്റ് ഉണ്ട്. പിന്നെയും കുറച്ച് പോയിന്റ്സ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ 99 രൂപയ്ക്ക് ഇതാ ഒരു വൈറ്റ് പ്ലേറ്റും എടുത്തു കേട്ടോ. ചുമ്മാ പോയിന്റ് കളയേണ്ടെന്ന് കരുതി ഞാൻ അവിടെ എല്ലാം നടന്ന് ഏറ്റവും വിലക്കുറവുള്ള സാധനമാണെന്ന് നോക്കിയിട്ട് നമ്മൾ അതൊക്കെ എടുത്തു. അങ്ങനെ താങ്ക് യു ചേട്ടാ, താങ്ക്സ് ചേട്ടാ, താങ്ക് യു. നമുക്ക് കിട്ടിയ സാധനമെല്ലാം അവിടുന്ന് പാക്ക് ചെയ്ത് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. വാങ്ങി അത്രേ ഉള്ളൂ കേട്ടോ. നമുക്ക് എന്താണ് എക്സ്ട്രാ നമുക്ക് 50 രൂപ അങ്ങോട്ട് കൊടുക്കേണ്ടി വന്നു. കാരണം എല്ലാം കൊണ്ടൊന്ന് കൂട്ടുമ്പം കുറച്ച് കുറവ് വന്നതിൻ്റെ 10-100 രൂപയ്ക്കകത്ത് എന്തോ കൊടുക്കേണ്ടി വന്നു. അല്ലാതെ എല്ലാം ഫ്രീ ആയിരുന്നു. അങ്ങനെ നമ്മൾ അവിടുന്ന് സാധനമൊക്കെ എടുത്തിറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ കൊട്ടാരക്കരയുള്ള KFCയിലേക്കാണ്. KFC പോകുന്നതിന് പറയുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ജീവിതത്തിൽ ഇതുവരെ മീൻസ് ഇതുവരെ ഞാൻ ഈ KFC ബ്രോസ്റ്റഡ് ചിക്കൻ ഒന്നും കഴിച്ചിട്ടില്ല. ഫസ്റ്റ് ടൈം ആയിരുന്നു ഞാൻ ഈ KFC എന്ന് പറഞ്ഞ സാധനം കഴിക്കുന്നതും ഈ കടയിലൊന്ന് കയറുന്നത്. ഈ KFCയിലൊന്ന് കയറുന്നത് തന്നെ ആദ്യമായിട്ടായിരുന്നു. അയ്യോ, എനിക്ക് എൻ്റെ മുഖത്തൊരു ഉൾക്കണ്ട ഒരു വൈക്ലഫിയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്. സാധാരണ നമ്മൾ ന്യൂ ഇയർ ആയിട്ട് തലേന്ന് രാത്രി ഞാനും ഏട്ടനും ഷാമണ്ണോടൊക്കെ എന്താണ് നമ്മൾ കൊല്ലം ബീച്ചിലൊക്കെ പോയി അവിടുത്തെ ന്യൂ ഇയർ ആഘോഷമൊക്കെ കണ്ട് സെലിബ്രേറ്റ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ചാൽ വരാറ്. പക്ഷേ ഈ തവണ ഇങ്ങോട്ട് വരേണ്ടുള്ളത് കൊണ്ട് നമ്മളിനി കൊല്ലത്തോട്ടൊന്നും പോകുന്നില്ല തീരുമാനിച്ചു. അങ്ങനെയാണ് ഏട്ടാ പറഞ്ഞത്, ഞാൻ ഇതുവരെ KFC കഴിച്ചിട്ടില്ലല്ലോ, അവിടെ കയറി അത് കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു. പിന്നെ അവിടെ ചെന്ന് എന്താണ് സിമ്പിളാണല്ലോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് വേണ്ടതെന്നാന്ന് പറഞ്ഞാൽ മതി, ബില്ല് ചെയ്യുക, ബില്ല് ചെയ്തിട്ട് നമ്മൾ അവിടെ പോയി ഇരിക്കുക, അവർ നമ്പർ വിളിക്കും, അപ്പോൾ പോയി നമ്മൾ നമ്മുടെ ഫുഡ് എടുത്തുകൊണ്ടൊന്ന് കഴിക്കുക. അത്രേ ഉള്ളൂ, സിമ്പിൾ സംഭവമായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ, എന്തോ ചെയ്യണോ അങ്ങനെ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഉള്ള പറയാലോ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ഇതുവരെ കയറിയിട്ടില്ലല്ലോ. അപ്പം പിന്നെ നമ്മുടെ മനസ്സിൽ KFC എന്ന് പറഞ്ഞാൽ വേറെ എന്തോ ഒരു സംഭവം പോലല്ലേ, എൻ്റെ മനസ്സിൽ എങ്ങനെയാണ് വേറൊരു സംഭവം പോലെ, നമ്മൾ സാധാരണ ഫുഡ് കഴിക്കാൻ കയറുന്നതൊക്കെ ഒരു ഫീൽ അല്ലായിരുന്നു. അങ്ങനെ അവിടെ ഒരുപാട് സംഭവങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു 8 പീസ് പെരി പെരി എന്തോ ഒരു ബോൺലെസ്
സംഭവമാണ് ഓർഡർ ചെയ്തത്. നല്ലതായിരുന്നു കേട്ടോ. വയ്യായോ? ഞാൻ ഒത്തിരി കഴിച്ചില്ല, ഫുഡ് ഒത്തിരി കഴിച്ചു. ഓഫീസിൽ പോയി ഫുഡെല്ലാം തട്ടിയിട്ട് വന്ന് തന്നെ, അതുകൊണ്ട് ഏറ്റവും വലിയ താല്പര്യമില്ല. എനിക്ക് നല്ല താല്പര്യമുണ്ട്. നമുക്കിതൊക്കെയല്ലേ ഒരു താല്പര്യം. ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഈ കാതിലെ കമ്മൽ വേണ്ടോ? ഈ കാതിലെ കമ്മലല്ല, ഈ കാതിൽ ഈ ചിഹ്നമാണ്. ഈ കാതിൽ ഈ ചിഹ്നമാണ്. ബില്ല് കിട്ടാൻ പാടില്ലേ? മൈ ഫസ്റ്റ് എവർ KFC ബില്ലാണിത്. നമ്മൾ ഓർഡർ ചെയ്തത് 8 പീസ് ബോൺലെസ് മീലാണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് ഇരുന്നപ്പോഴാണ് ഒരു സംഭവം കാണുന്നത്. ഏട്ടന് GPayയിൽ നമ്മളെ സ്ക്രാച്ച് കാർഡ് ചെയ്യുമ്പോൾ വന്ന് കിടക്കത്തില്ലേ, ഈ ഒരു എന്തോ ഒരു ഓൺലൈൻ ഓർഡർ ഉണ്ടെങ്കിൽ ഓഫർ ഉണ്ടെന്നൊക്കെ പറഞ്ഞൊരു സംഭവം കണ്ടു. പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, അത് കണ്ടുകൊണ്ട് അവിടെ ഇരുന്നു. എൻ്റെ കയ്യിൽ 4081 4080 നമ്മുടെ നമ്പർ. അപ്പം ഓർഡർ ആയവരുടെയൊക്കെ നമ്പർ ഇങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ എൻ്റെ നമ്പർ എന്താ വിളിക്കാത്തത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അവിടെ. അപ്പോൾ പെട്ടെന്ന് വിളിക്കുന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് നമ്മുടെ നമ്പർ വിളിച്ച് ഗൈസ്. അങ്ങനെ ഞാൻ പോയി എടുക്കാമെന്ന് പറഞ്ഞു. ഏട്ടൻ വേണ്ട, ഞാൻ പോയി എടുക്കാമെന്ന് പറഞ്ഞു. കാരണം എനിക്കൊരു കോൺഫിഡൻസ് ഒക്കെ ആയി. അപ്പോൾ പിന്നെ ഞാൻ ഓടിപ്പോയി സംഭവം ബില്ലൊക്കെ കാണിച്ച് നമ്മുടെ ഫുഡൊക്കെ എടുത്തു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഞാൻ ആദ്യമായിട്ടല്ലേ KFC കഴിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ വാങ്ങിക്കൊണ്ടൊക്കെ വന്നപ്പം ഏട്ടാ പെണ്ണ് കാണാൻ വരുന്നുണ്ടൊക്കെ ഒരു ഫീലിംഗ്. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്നാണ് നമ്മുടെ ഫസ്റ്റ് എവർ KFC കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇത് കഴിക്കാം. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിക്കൻ മാത്രം വാങ്ങണമെന്നായിരുന്നു. എന്തെങ്കിലും ഒരു ഡ്രിങ്ക്സ് കൂടെ വാങ്ങണം. അപ്പം ഇവർ പറഞ്ഞു കൊക്കക്കോളയും ഫ്രഞ്ച് ഫ്രൈസ് കൂടെ ഓഫറുണ്ട്, 99 രൂപ കണ്ടുള്ളായിരുന്നു. അപ്പം അതും കൂടെ വാങ്ങി. 2 ഡിപ്പ് ഉണ്ടായിരുന്നു, കെച്ചപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ നമ്മുടെ KFC ഒക്കെ കഴിച്ചു. ഇതെങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഇനി എൻ്റെ മുമ്പിൽ ആരെങ്കിലും ഒരു പെരി അൽഫാമും KFCയും കൊണ്ടുവച്ചാൽ ഞാൻ ഓഫ് കോഴ്സ് അൽഫാമേ എടുക്കത്തുള്ളൂ. കാരണം എനിക്ക് ഇച്ചിരൂടെ, ഞാൻ അങ്ങനത്തെ ഒരാളാണ്, ഇച്ചിരൂടെ സ്പൈസിയും ഇച്ചിരി എരിയും പുളിയൊക്കെ ഉള്ള സംഭവം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ ഇത് ഒരു മൈൽഡ് സംഭവമാണ്. പക്ഷേ സ്നാക്ക് പോലെ കഴിച്ചുകൊണ്ടിരിക്കാം. ഇത് കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ഒന്ന് ഹെവി ആയിട്ട് കഴിച്ചേ പറ്റൂ എനിക്കൊക്കെ ആണെങ്കിൽ. കാരണം ഞാൻ നല്ലൊരു ഫുഡ് കഴിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. നല്ലതായിരുന്നു. ഞാൻ ഇനി KFC മേടിച്ച് കഴിക്കുമോ എന്ന് ചോദിച്ചാൽ, പക്ഷേ ഇത് ഭയങ്കര പൈസ ആണ് കേട്ടോ. ആ പൈസയ്ക്ക് നമുക്ക് ഫുൾ അൽഫാമൊക്കെ മേടിക്കാമായിരുന്നു. എന്തായാലും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ സാധനം എല്ലാം അവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അമ്മയും അപ്പൂടെ അതൊക്കെ പൊട്ടിച്ചു നോക്കി കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മൾ വീട്ടിലേക്ക് ഫുഡൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ന്യൂ ഇയർ നൈറ്റ് അല്ലേ, അപ്പോൾ അടിച്ച് പൊളിക്കണം. രാത്രി പടക്കം പൊട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പക്ഷേ അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല കേട്ടോ. പിന്നെ ഞാനും കുറച്ച് ബീഫ് കറിയും നാരങ്ങാച്ചാറും ചോറും ഒക്കെ എടുത്തിട്ടുണ്ട്. ബീഫ് കറിയുടെ മണം അടിച്ചപ്പോൾ കുറച്ച് ചോറ് കഴിക്കാൻ തോന്നി. അങ്ങനെ അതൊക്കെ കഴിച്ചിട്ട് സുഖമായിട്ട് അവിടെ നിന്ന് ഉറങ്ങി. അത്രേ ഉള്ളായിരുന്നു ഞങ്ങളുടെ ന്യൂ ഇയർ തലേത്തെ പരിപാടി എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും ന്യൂ ഇയറൊക്കെ അടിച്ചു പൊളിച്ചായിരുന്നല്ലയോ. ഫെബ്രുവരി വന്നാൽ ന്യൂ ഇയർ അടിച്ചു പൊളിച്ചു എന്ന് ചോദിക്കുന്നത്. എന്തായാലും എല്ലാവർക്കും ഒരു ബിലേറ്റഡ് ഹാപ്പി ന്യൂ ഇയർ.